എന്നുള്ള ഒരു വാക്കിന്റെ പുറത്തല്ല, അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന ഒരു വിഷയത്തിലൂടെ അല്ല ഈ ഒരു കേസ് വരുന്നത്, മറിച്ച് ഒരു സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള രൂപത്തിലാണ് ഈ കേസ് ഫയൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം വിഷയങ്ങളിലോട്ടൊന്നല്ല കേരള സമുദായം ചർച്ച ചെയ്യുന്നതും അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതും, മറിച്ച് നമ്മൾ എന്താണ് ഇവിടെ ഹണിറോസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ബോച്ച ശ്രമിച്ചു. അപ്പൊ ബോച്ചയെ എന്താക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു കേസിൽ പ്രതിയാക്കാൻ പറ്റുമോ? കാരണം അയാൾ എന്ത് നടത്തുന്നില്ലേ, ഇത്തരത്തിലുള്ള വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ, ഇത്തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിലോട്ട് വരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും നമ്മൾ വിമർശനം ഉന്നയിക്കേണ്ടതും അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോലീസ് എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ബോച്ചന്റെ വിഷയം, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു പ്രവർത്തനമല്ലത്. അയാളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇക്കാര്യം കുറെ കാലങ്ങളായിട്ട് എല്ലാ സ്ത്രീകളോടും, ഒരു ഹണിറോസിനോട് മാത്രമല്ല, നിലവിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന സോഷ്യൽ മീഡിയകൾ ഹാൻഡിലുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അദ്ദേഹം ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ദ്വയാർത്ഥങ്ങളിലൂടെ മാത്രം മാർക്കറ്റിംഗ് നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഇയാളുടെ മുന്നിൽ, ഇതിനെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇങ്ങനെ ഇയാൾ ഈ ഒരു കാര്യത്തെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മൾ ഒരിക്കലും ഈ അനു പറഞ്ഞ പോലത്തെ അത്തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ ഇതിലോട്ട് എത്തുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പോലീസ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്നോ ഇന്നലെ വന്ന സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. ഈ ഒരിക്കലും ഒരു ബോബി ചെമ്മണ്ണൂർ എന്നുള്ള വ്യക്തിയുടെ പേരിൽ മാത്രം ഒതുങ്ങേണ്ട വിഷയമല്ല. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എടുത്തു നോക്കിയാൽ അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു നടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏത് ആംഗിളിൽ ക്യാമറ വെക്കണം എന്നുള്ളത് നീലക്കുയിലിന് അറിയാമെന്നുള്ളത്. അപ്പോൾ ഇത് എന്താണ്, എല്ലാ സ്ത്രീകളും എല്ലാ പൊതുവേദികളിലും ഇടപെടുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഫെയിമിന്റെ പുറത്തേക്ക് വരുന്ന എല്ലാ സ്ത്രീകളും നേരിടുന്ന പ്രശ്നം തന്നെയാണിത്. പക്ഷെ ഇതിന്റെ ഏറ്റവും നല്ല ഔട്ട്കം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമുദായത്തിനൊരു പേടി വന്നു. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇതും എന്തെന്നാണ്, കേസിനാസ്പദമായിട്ടുള്ള ഈ ദ്വയാർത്ഥങ്ങളും കേസിനാസ്പദമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതിന്റെ പുറത്തും എന്ത് വരാം, കേസ് വരാന്ന്. പക്ഷെ അവിടെയും ചില ലോജിക്കിന്റെ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് സിദ്ദീഖ് ഇതേപോലെ ലൈംഗികാരോപണം നേരിട്ട് അദ്ദേഹം എന്തായി കഴിഞ്ഞു, അയാൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ പോലീസ് കാത്തിരിക്കുകയും അതിനുശേഷം പോലീസ് എന്ത് ചെയ്യുകയും ഈ മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷമാണ് പോലീസ് അതിൽ ഇടപെടുന്നത്. അതിനുള്ള വേദി വരെ പോലീസ് അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ബോബി ചെമ്മണ്ണൂറിന്റെ കേസിലോ, ബോബി ചെമ്മണ്ണൂർ കേസ് മുഖ്യമന്ത്രിയെ കാണുന്നു, മുഖ്യമന്ത്രിന്റെ അടുത്ത് ഉറപ്പ് കിട്ടുന്നു, അന്ന് വൈകിട്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുന്നു. ബോബി ചെമ്മണ്ണൂറിന് ഒന്ന് മാറി നിൽക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. അപ്പൊ ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, പോലീസിന്റെ ശുഷ്കാന്തി, ഇത് ചിലരിലേക്ക് മാത്രം പരിമിതപ്പെടുകയും മറ്റു ചിലരെ എന്ത് ചെയ്യുകയും ചെയ്യുന്നു, ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സമയത്ത് നമ്മളിത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരുപാട് കേസുകൾ വരാനുണ്ട്. ഇത്തരത്തിലുള്ള ഇടയ്ക്ക് പോലീസിന്റെ ചില ഹാൻഡിലുകൾ കാണാം, ഞങ്ങളിതാ സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ടും മരിച്ചു പൊറുക്കുകയാണ്, ആര് എന്തെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം കേസെടുക്കും. പക്ഷെ ഇതേ വിഷയം മറ്റു പല ആളുകളുടെ കാര്യത്തിൽ ഇല്ലാതിരിക്കുകയും ഒരു നീതിയുടെ വിഷയത്തിൽ ഇതിനെന്തുണ്ട്, ഒരു രണ്ട് മുഖങ്ങളുണ്ട്. ഈ വിഷയങ്ങളൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കണം. ജാമ്യമുണ്ട്. കാരണം ഇന്നലെ ഈ ടൈമിൽ പോലും ഇത് ഫിക്സ് ആയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് ആകെ സംഘടനയുടെ ട്രഷറിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ പരിമിതി എന്ന് പറയുന്നത് തന്നെ. അപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു അതിരുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ഒരു പൗരനാണെങ്കിൽ പൗരബോധത്തിലൂന്നി ജീവിക്കുന്നവർക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികൾ, അല്ലെങ്കിൽ പരിമിതി എന്ന് പറയാൻ ആക്ച്വലി എനിക്കത് താല്പര്യപ്പെടുന്നില്ല. കാരണം സ്വാതന്ത്ര്യത്തിനൊരു പരിമിതി ഉണ്ടെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യം എന്തിനാണ് എന്നാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്. കാരണം അതിനൊരു അതിരുണ്ട് എന്നുള്ളൊരു സത്യമാണ്. കാരണം പൗരബോധത്തില്, ധാർമ്മികതയില്, ബോധപൂർവമായിട്ടുള്ള ചില വിലക്കുകൾ ഇതൊക്കെ തരുമ്പോഴാണ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ പരിമിതികൾ എന്നുള്ള ആ അർത്ഥത്തിലേക്ക് പോകുന്നത്. സ്വാതന്ത്ര്യത്തിനൊരു വിലക്ക് കൽപ്പിക്കുക, അപ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ 100% അവിടെ എത്തുന്നില്ലതാനും. പക്ഷെങ്കിൽ നമ്മൾ പൗരന്മാരാവുമ്പോൾ ഒരു അമേരിക്കൻ പഴമൊഴിയുണ്ട്, യുവർ ഫ്രീഡം
എൻഡ്സ് വേർ മൈ നോസ് ബിഗിൻസ്. അങ്ങനെയാണ്. അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് എൻ്റെ മൂക്കിൻ്റെ അടുത്ത്, അതായത് മൂക്ക് തുടങ്ങുന്നിടത്ത്. അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മളോട് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു പരിമിതി, ഒരു അതിര് വന്നു കഴിയുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഈ ഒരു വിഷയം തന്നെ, ഇപ്പം ഞാനത് പറയണമെന്ന് ഓർത്തൊരു കാര്യം ആജാസ് തന്നെ ഇവിടെ പറഞ്ഞു. ഈ ഹണി റോസ് ബോച്ചെ ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീപ്പായിട്ട് ചിന്തിക്കാറില്ല. ഏറ്റവും നമുക്കറിയാം, ഇന്നലെ മിനിഞ്ഞാന്ന് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിനെതിരെ ഇതിലും വലിയൊരു കേസുണ്ടായിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും. അതായത് അതും ഇതുപോലെ തന്നെ ഒരു ദ്വയാർത്ഥ പ്രയോഗം, ഒരു ഹരാസ്മെന്റിലായിരുന്നു. പക്ഷെ അത് അദ്ദേഹം പ്രസിഡന്റ് ആയി എന്നറിഞ്ഞു. ഇവിടെ ആരും അമേരിക്കക്കാരില്ലല്ലോ അല്ലേ, എന്നെ ഒന്നും ചെയ്യില്ലല്ലോ. അതല്ല, എനിക്ക് ദേഷ്യം തോന്നുകൊണ്ടാണ്. അയാൾ പ്രസിഡന്റ് ആയി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് കോടതി ഉണ്ടാക്കി, അറിയായിരിക്കും, കോടതി ഉണ്ടാക്കി അയാളിൽ ആരോപിക്കപ്പെട്ട ആ ഒരു കുറ്റം തന്നെ ഇല്ലാതാകുക ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും ഒന്നിനോടും മനസ്സ് തന്നെ മരിച്ചു പോകുന്ന പോലെയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മലപ്പുറമാണോ പാലക്കാടാണോ ഒരു ജഡ്ജി സഹപ്രവർത്തകയോട്, വിഷ്ണു ഒക്കെ വായിച്ചിട്ടുണ്ടാവും, ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ജഡ്ജിയെ ട്രാൻസ്ഫർ ചെയ്തു, ക്ഷമ ചോദിച്ചു, അവിടെ പ്രശ്നം അവസാനിച്ചു. ഇവര് സെലിബ്രിറ്റി ആയതുകൊണ്ട് ഈ പ്രശ്നം നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ഒരു വിഷയം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ബോച്ചയും ഹണി റോസും എടുത്തെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു വിഷയമേ അല്ല. കാരണം അവർ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കിട്ടിയപ്പം ഒരുപാട് പേര് സന്തോഷിച്ചു. ഞാൻ ഒട്ടും സന്തോഷിച്ചില്ല, ഒട്ടും. അതിൽ ഒരു കാര്യമില്ല. കാരണം എവിടെ പോയി ഉത്തരജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ മോശം പ്രവൃത്തിയല്ലായിരുന്നു ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് അവളെ കൊല്ലിക്കുക എന്നുള്ളത്. അവിടെ ആ പ്രതി വെറുതെ നിൽക്കുമ്പോഴാണ് ഗ്രീഷ്മ അപ്പൊ നാളെ മുതൽ ആർക്കും ഇനി ജ്യൂസ് കൊടുക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ മെസ്സേജ് എന്ന് എൻ്റെ കുറെ ഗ്രൂപ്പുകളിൽ ആളുകൾ ഇട്ടൊരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ. അപ്പം തന്നെ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രായത്തിനും എൻ്റെ പരിമിതികൾക്കും അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബോച്ചയുടെ പൈസ വാങ്ങിച്ച് ഒരു വർഷത്തോളം അവർ ബോച്ച എന്ന് വിളിക്കാൻ, ബോച്ച എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ബോബി ചെമ്മണ്ണൂർ എന്ന് വിളിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം ഈ ബോബി എന്ന് പറയുന്ന ആളുടെ പൈസ കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചിട്ട് തന്നെ ഒരു വർഷക്കാലം അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട്, കാരണം അവർക്ക് പൈസ മതി, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ജന്മനാടിന്റെ തൊട്ടടുത്താണ് അവർ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാവ്, വലിയ ഗംഭീരം വീട് വെച്ചിട്ടുണ്ട്, ഒരു ബംഗ്ലാവ് തന്നെ. അത് എനിക്കൊന്ന് ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അവർക്ക് ഫിനാൻഷ്യൽ ഔട്ട്കമ്മിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. പക്ഷെങ്കിൽ അത് മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോഴാണ് വലിയൊരു പ്രശ്നമായി തീർന്നത്. പക്ഷെ ആ വിളിച്ചു പറഞ്ഞതിന് ഞാൻ ഒരിക്കലും സാധൂകരിക്കുന്നില്ല. അത് സമൂഹം അത് ഏറ്റെടുക്കുക തന്നെ ചെയ്തു. ഇവിടുത്തെ നിയമങ്ങൾ നാളെ ഇവിടെ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു കേസ് എന്തായി തീരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ പൗരബോധമുള്ള നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ വീഴാതിരിക്കണം. അത് ഇതുപോലെയുള്ള വേദികളിൽ 4-5 പേരോട് പറയുമ്പോൾ അതിൽ ഒരാളത് ആ വ്യൂ പോയിന്റ് മനസ്സിലാക്കി അതൊന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്താൽ മതി. അത് വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ലോകത്തിലുള്ള 1000 പേർക്കും ആ മെസ്സേജ് കൊടുക്കാൻ നമുക്കാർക്കും പറ്റുന്ന ഒരു വേദിയോ ഒരു സാഹചര്യമോ കേരള സംസ്കാരം പോലും നമ്മളെ അനുവദിക്കുന്നില്ല. അപ്പം ഇയാൾ ചെയ്ത ക്രൈം തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ ഇപ്പം വേണം, ഇതൊരു ചർച്ചയായതുകൊണ്ട് ഞാൻ ആരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കാം. ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ ഈ രണ്ടുപേരുടെയും ഭാഗത്ത് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഹണി റോസിന്റെ ഭാഗത്ത് അതായത് അവരുടെ ഭാഗത്തുള്ള ആ ഒരു അതിക്രമത്തിനെ അവർ ചൂണ്ടിക്കാണിച്ചു. ആർക്ക് വേണ്ടി? നമുക്ക് പറഞ്ഞ സമൂഹത്തിന് വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണെന്നുള്ള ആ ഒരു മെസ്സേജ് ഏറ്റവും താഴെയുള്ള, എൻ്റെ അമ്മയ്ക്ക് 78 വയസ്സുണ്ട്, എന്നേക്കാൾ അറിയാം ഹണി റോസിന്റെ ഈ കേസും കാര്യങ്ങളും എല്ലാം. കാരണം എപ്പോഴും ചാനൽ കാണുന്നു, പത്രം വായിക്കുന്നു. സത്യത്തിൽ ഞാൻ അമ്മയോടാണ് ചോദിച്ചത്, അമ്മ ഇതെന്താണ് ഈ സംഭവം, ഈ കുന്തി ദേവി എന്നുള്ളത്? സത്യം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ കൂടി എനിക്കിപ്പം താല്പര്യമില്ല. കാരണം കാരണം ഇതിനൊന്നും നമുക്കൊരു നിർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്നും ഒന്നിപ്പം നിമിഷ പ്രിയ അവിടെ
നിങ്ങൾക്കറിയാം വധശിക്ഷയാണോ എന്താണ് അവളുടെ ശിക്ഷയെന്ന് എല്ലാവരും നോക്കുന്നുണ്ട്. അതുപോലെയുള്ള ശിക്ഷാരീതികൾ തന്നെയാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്നും വരത്തില്ല. ഈ ഇപ്പം നാളെ ബോബി ചെമ്മണ്ണൂർ ഈസി ആയിട്ട് റിലീസ് ചെയ്ത എന്താണേലും ഇവിടെ ഇരിക്കുന്ന നമ്മളെങ്കിലും രോഷം കൊള്ളും. എവിടെ നമ്മുടെ രോഷം കൊണ്ട് നമുക്കൊരു നെഗറ്റീവ് എനർജി നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ അതിനകത്ത് ഒറ്റ ഒരു മെസ്സേജ് ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ദ്വയാർത്ഥ പ്രയോഗം തെറ്റാണ് എന്നുള്ള ഒരു മെസ്സേജ് ഏറ്റവും ചെറിയ ക്ലാസ്സിലെ കുട്ടി മുതൽ വലിയ എൻ്റെ 77 വയസ്സുള്ള അമ്മ വരെ ചിന്തിച്ചു കഴിഞ്ഞു. അതായത് കേരള സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ അവരൊക്കെ. അപ്പം തന്നെ നമ്മൾ ഈ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനത്രേ ഉള്ളൂ, നമ്മുടെ ബോധന രീതികളിൽ, പാഠ്യപദ്ധതികളിൽ, പഠന റൂമുകളിലൊക്കെ ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? പരിമിതികൾ എന്ന് പറയാനല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ. എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് മറ്റൊരാൾക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മെരിറ്റ് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്ക് ഇത് എന്നെ സംബന്ധിച്ച് ആദ്യം ഇതിനകത്ത് ഒരു കാമ്പും എനിക്ക് തോന്നിയില്ലെങ്കിലും ഈ രണ്ടുപേരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. സിദ്ദീഖിന്റെ കാര്യം ഞാൻ പറയണമെന്ന് ഓർത്ത് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക, സമൂഹത്തിന്റെ മുഖത്ത് ഒരു അടിയാണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച്. കാരണം നമുക്കൊരു പ്രതീക്ഷ ഇവിടുത്തെ നീതിപീഠത്തിൽ നിന്ന് എപ്പോഴും നീതി കിട്ടും. ജസ്റ്റിസ് എന്ന് പറയുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു റേസ് ഉണ്ടാവും, ഒരു റേഡിയൻസ് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അപ്പം നീതിപീഠം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് എത്രയൊക്കെയാന്ന് പറഞ്ഞാലും നമുക്കൊരു സപ്പോർട്ട് എവിടുന്നേലും കിട്ടുമെന്നുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ആ നീതിപീഠങ്ങളിൽ നിന്നും ഒക്കെ ഈ ജസ്റ്റിസ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ജസ്റ്റിസിനെ നമ്മൾ പരിപോഷിക്കപ്പെടുക, അതിനിങ്ങനെയുള്ള വേദികളും സഹായകരമാകട്ടെ എന്ന് ആണ് ഞാനും ആഗ്രഹിക്കുന്നത്. എന്താണേലും എനിക്ക് ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ. ചർച്ച നടക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ജോബിൻ സാറിന് എൻ്റെ മൈക്ക് കൊടുക്കുന്നു. ഗൗരവമായിട്ട് ഞാൻ ഇന്നിങ്ങ് പോരുന്നതിന് മുമ്പ് ലാസ്റ്റ് അവർ എൻ്റെ PG ക്ലാസ്സിലെ കുട്ടികളുടെ മുമ്പിൽ ഈ വിഷയം കൊടുത്തു. പെൺകുട്ടികൾ മാത്രമേ ആ ക്ലാസ്സിലുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സംസാരിക്കാൻ പോവുക, അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് പറയാൻ ഒരു ആശയമില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളൂ എന്ന് പറയാമോ? ഞാനത് കൺസോൾട്ടേറ്റ് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞു രണ്ട് കൂട്ടരുടെയും ആരുടെയും പക്ഷത്ത് നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് രണ്ടും പക്ക മാർക്കറ്റിംഗ് ആണ്. ഒരാൾ അയാളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി പൈസ ചിലവില്ലാതെ സ്ഥിരം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. മറ്റൊരാൾ കൂടുതൽ വേദികളും കാര്യങ്ങളും ഒക്കെ ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടി മറ്റൊരു തരത്തിലൊരു മാർക്കറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു, അങ്ങനെയാണോ? പക്ഷേ ഈ ബോച്ചെ പറഞ്ഞ ഈ ഒരു ദ്വയാർത്ഥ പ്രയോഗം അതിനെ ആ ഒരു നിലയിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതാണോ എന്നുള്ളതാണ് എനിക്കുള്ളൊരു സംശയം. കാരണം അദ്ദേഹം അതിനു മുമ്പും അതിനുശേഷവും പറഞ്ഞത് മുഴുവൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഈ സവിശേഷമായ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തെ മാത്രം എടുത്താണോ കേസ് കൊടുക്കേണ്ടത്? അതോ അദ്ദേഹം നടത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളും അദ്ദേഹം നടത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ഇതിലൊക്കെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ എനിക്ക് 2001 ഞാൻ കാലിക്കറ്റ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിലും വളരെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ നമുക്ക് വേദന തോന്നുന്ന തരത്തിലുള്ള. പക്ഷെ അത് നമുക്ക് കൃത്യമായ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു മഞ്ഞുമലയുടെ മുകളിലുള്ള ഒരു ചെറിയൊരു കഷ്ണം പോലെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യം. നിസ്സാരം വെച്ചാൽ അത് പുള്ളി ചെയ്ത തെറ്റിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, പുള്ളി ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു വസ്തുത. മറ്റൊരു കാര്യം, ഇപ്പോൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട വകുപ്പുകളായിരിക്കും ഇദ്ദേഹത്തിനെതിരെ 354 ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചാർജ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ ഇപ്പം B. രാമപിള്ളയാണ് വക്കീല്. നിയമവ്യവസ്ഥ വേറൊരു തരത്തിലുള്ളൊരു വ്യവസ്ഥയാണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ ഇതായിരുന്നുവെന്ന് പ്രൂവ് ചെയ്യേണ്ട മുഴുവൻ ബാധ്യത പ്രോസിക്യൂഷനാണ്. അതിപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ ഇവരുടെ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു, ഇവരതിനെ എങ്ങനെ പ്രതികരിച്ചു? അപ്പോൾ അവർക്ക് കൗണ്ടർ ആർഗ്യുമെന്റ് വെക്കാം, ഇതൊരു പൊതുവേദിയായിരുന്നുകൊണ്ട് എനിക്കങ്ങനെ പ്രതികരിക്കാൻ സാധിച്ചില്ല, പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം ഇവർ ഒന്നിച്ച് മറ്റു വേദികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹിസ്റ്ററി എല്ലാം കൂടി എടുത്തു വരുമ്പോഴേക്കും ഈ കേസിനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്നോട് വിയോജിപ്പുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ്. ഈ കേസിനെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. കാരണം കേസുകളെല്ലാം എങ്ങനെയാണ് വരുന്നത്. പ്ലാച്ചിമുടയിൽ കുറേ പേര് സമരം ചെയ്യാൻ വേണ്ടി മൈലമ്മയുടെ നേതൃത്വത്തിൽ ഒരു സമരം ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ കൊക്കോള കമ്പനി വലിയ ബസ്സുകൾ കാളെ ഇറക്കി ആയിരക്കണക്കിന് ആളുകൾ പോയി തിരുവനന്തപുരത്ത് സമരം ചെയ്തു എന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സത്യം ലോകസഞ്ചാരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു 3 വട്ടം സഞ്ചാരം നടത്തി തിരിച്ചു വരും എന്ന് പറയുന്ന പോലത്തെ ഒരു സംവിധാനം ഇവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുഹൃത്ത് സൂചിപ്പിച്ചു തന്നെയാണ്.
ഈ നിയമവ്യവസ്ഥ കണ്ണു മൂടിയിരിക്കുന്ന നീതിദേവത നിഷ്പക്ഷമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം നിഷ്പക്ഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതും ഒരിക്കൽ കൂടി ആലോചിക്കേണ്ടതുണ്ട്. സിദ്ദിഖിന് കിട്ടുന്ന നീതിയാണോ ബോച്ചയ്ക്ക്, സമീപനമാണോ ബോച്ചയ്ക്ക് കിട്ടുന്നത്? നീതി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബോച്ചയ്ക്ക് കിട്ടുന്നത്. ഇത് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. ഈ ക്യാമ്പസിൽ വെച്ചൊരു പെൺകുട്ടി, ഒരു സംഘടനാ പ്രവർത്തക അതിക്രൂരമായ അധിക്ഷേപം ഏറ്റുവാങ്ങിയിട്ട് അവർ കൊടുത്ത പരാതിയോട് നിൽക്കുന്നു എന്നുള്ളത്. ആ കുട്ടി ഒരു ദളിത് ആക്ടിവിസ്റ്റ് കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ കൊടുത്ത പരാതിക്ക് യാതൊരു നടപടിയില്ല, അല്ലെങ്കിൽ പോലീസ് അത്ര ജാഗ്രത കാണിക്കുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത കാണിക്കുകയും ചില കാര്യങ്ങളിൽ അവർക്ക് ഹൈക്കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നോ മുൻകൂർ ജാമ്യം നേടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നില്ലെങ്കിൽ പോലും അതിനുള്ള സാഹചര്യങ്ങൾ സംജാതമാകുന്ന വിധത്തിൽ നിഷ്പക്ഷത പാലിക്കുകയും ചെയ്യുന്ന, ചിലയിടത്ത് ജാഗ്രതയും ചിലയിടത്ത് നിഷ്പക്ഷതയും പാലിക്കുന്ന ആ ഒരു നീതി അല്ലെങ്കിൽ ഈ വ്യവസ്ഥയുടെ ഈ സമീപനം വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾക്ക് ഈ അധികാര വ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും തമ്മിലുള്ള ഈ ഒരു ബാന്ധവത്തെ മറികടന്നുകൊണ്ട് ഇത്തരം കേസുകൾ മുന്നോട്ട് പോകാൻ പറ്റും? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. കാളിദാസൻ കാലത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള മുണ്ടശ്ശേരിയുടെ ശ്രദ്ധേയമായൊരു ലേഖനമുണ്ട്. ഞാൻ സാഹിത്യമാണ് എൻ്റെ വിഷയം കൊണ്ട് അതിലേക്ക് കൂടി ഞാൻ ശ്രദ്ധ ചെലുത്തുകയാണ്. കാളിദാസൻ ശാകുന്തളം എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് ശകുന്തളയ്ക്ക് ശാപമേൽക്കുന്ന രീതിയിൽ അതിനെ പുനരവതരിപ്പിച്ചത്? മഹാഭാരതത്തിൽ ശകുന്തളയ്ക്ക് ശാപമേൽക്കുന്നില്ല. ദുഷ്യന്തൻ വരുന്നു, ശകുന്തളയെ കാണുന്നു, ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യുന്നു, അവളെ ഗർഭിണിയാക്കുന്നു, ഞാൻ ഉടനെ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളാമെന്ന് വാക്കും കൊടുത്തിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങിയ ദുഷ്യന്തനെ പിന്നെ കാണുന്നേ ഇല്ല. പക്ഷെ രാജാവിനെ കുറ്റം പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് കാളിദാസൻ എന്ത് ചെയ്തു? ദുർവാസാവിനെ കൊണ്ടുവന്നു. ഇവൾ വേറെ എന്തോ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ശാപം കൊടുത്തു. ശാപം ഏറ്റുവാങ്ങുന്നത് ശകുന്തള. അപ്പൊ കണ്വാശ്രമത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, രാജകൊട്ടാരത്തിൽ നിന്നും അവഹേളിതയായിട്ട് മടങ്ങുന്നു. അങ്ങനെ യാതനയുടെ മഹാപർവ്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് അവിടെ ശകുന്തളയാണ്. ഞാൻ ഈ ഉദാഹരണം സൂചിപ്പിച്ചത് ഇതൊരു രാജനീതിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയുടെ തുടർച്ച. എപ്പോഴും അധികാരത്തിന് എതിർക്കുന്നവർ നേരിടേണ്ടി വരുന്ന അതീവ ഗുരുതരമായിട്ടുള്ള നിരവധി പ്രതിസന്ധികളുണ്ട്. അത് അവിടെ പലപ്പോഴും പെട്ടുപോകുന്നത് എന്താണ്, സ്ത്രീകളോ ദളിത് സമുദായങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയുള്ള കാര്യമായ പിന്തുണാ സംവിധാനങ്ങൾ ഇല്ലാത്തവരായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബോച്ചയുടെ ഈ കേസിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഈ കേസ് ഈ രീതിയിൽ ഫ്രെയിം ചെയ്യാതിരിക്കുകയും ഇദ്ദേഹം നടത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൂടി ഒരു കേസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയും ചെയ്യുമായിരുന്നെങ്കിൽ ഈ കേസിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ശ്രേണിയിലെ ഒരു കണ്ണി മാത്രമാണ് ഹണി റോസിന്റെ പരാതി എന്നും അതിലും വലുതായിട്ട് ഇപ്പം ഉദാഹരണത്തിന് മരിച്ചുപോയ സുബി എന്ന ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അവരുമായിട്ടുള്ള ഇന്റർവ്യൂ, അതുപോലെ തന്നെ ബിഹൈൻഡ് ദ വുഡ്സ് എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടി കുറേ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള മുഴുവൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ്. ഒരു കടയിൽ കയറിയിട്ട് ഒരു ചായക്കടക്കാരനോട് ഒരു പലഹാരത്തെ കുറിച്ച് സംസാരിക്കുന്നു ഉൾപ്പെടെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ഇവിടെ ഇരുന്ന് നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ സാധിക്കും. അപ്പോൾ അത് മുഴുവൻ അദ്ദേഹം ചെയ്യുന്നത് മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ ഈ വേഷവും ക്രിസ്ത്യൻ പാരമ്പര്യം, എൻ്റെ വല്യപ്പൻ്റെ വേഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ വേഷവും ഈ തലമുടി നീട്ടലും ഈ കൂട്ടയോട്ടവും രക്തദാനവും ഒക്കെ തുടങ്ങിയിട്ട് 4-5 വർഷം, കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. അത് ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ട് വരികയും പൈസ മുടക്കാതെ നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ തനിക്ക് ലൈംലൈറ്റിൽ നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് എത്രയോ വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ വന്നു, എന്തെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ വന്നു. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ സാധനങ്ങളെല്ലാം ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകളും പുതിയ മേഖലകളിലേക്ക് അദ്ദേഹം കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ആണ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജയിൽ വിമോചനായിട്ട് വരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ പോയി കിടന്നിട്ട് വരുന്ന ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ അവിടെ എത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് എത്തിക്കുന്ന ഏജൻസികളുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈയിടെ പാലക്കാട് നടന്ന ഒരു രാഷ്ട്രീയ ഒരു പേര് ഞാൻ പറയുന്നില്ല, പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉദയം പാലക്കാട് നടക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാണോ? അല്ല, ഞങ്ങളെ ഇന്ന ഏജന്റ് കൊണ്ടുവന്നതാണെന്ന് ഒരു 50-55 വയസ്സുള്ള ഒരു ചേച്ചി ചാനലിന് മുമ്പിൽ വന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ അവസ്ഥ. അപ്പം ബോച്ചയെ, ജയിൽവിമോചനായ ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കാനോ ആരതി ഒഴിയാനോ ഒക്കെ ആയിട്ട് കാത്തു നിന്ന ആ ആളുകളെയും നമ്മൾ മനസ്സിലോർക്കുക. അപ്പോൾ അതാണ് ഈ സമൂഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, ഒരു പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സിൽ എങ്ങനെയാണ് നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണ്. എനിക്ക് ഇവരെ കണ്ടപ്പോൾ മനസ്സിൽ കുന്തി ദേവിയെ കുറിച്ചുള്ള വിചാരം വന്നു. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ ആർഗ്യുമെന്റ് പോകാൻ പോകുന്നു കോടതിയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അല്പസമയം കൂടുതൽ എടുത്തോ? ഇല്ല.
സോറി. അപ്പോൾ ഇതൊക്കെയാണ്, നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ കുറച്ച് പഴയ ആളായതുകൊണ്ട് പുതിയ കുട്ടികളെ കേൾക്കാൻ ഉള്ള താല്പര്യം കൊണ്ടാണ് വന്നത്. താങ്ക് യു. സൂചിപ്പിക്കേണ്ടായി, ഞാൻ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നില്ലാന്നുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് നിരുപാധികം ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിക്കാത്തത്? ഇവിടെ നടന്നത് അവരുടെ ഒരു മൗലികാവകാശ ലംഘനം അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറിയുള്ള ബോച്ചയുടെ ഇടപെടലല്ലേ? അപ്പോൾ നിരുപാധികം അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതല്ലേ എന്നുള്ളൊരു സംശയം ചോദിക്കാൻ ആഗ്രഹിക്കുക. വീണ്ടും നമ്മൾ ഹണി റോസും ബോച്ചയിലേക്ക് മാത്രമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനത് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മൾ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന പൗരന്മാരാണ്. അവർ തന്നെ പറഞ്ഞത് 1 വർഷമായിട്ട് ഞാൻ ഈ അധിക്ഷേപം അനുഭവിക്കുന്നു. 1 വർഷം എന്ന് പറഞ്ഞാൽ മിനിമം 365 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ പല തവണ പല വേദികളിൽ നിന്ന് അവർ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം മാത്രം ഇത്രയേ ഉള്ളൂ, അവർ നമ്മുടെ സമൂഹത്തിനോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകേണ്ട ആളാണ്. കാരണം അവർ സാധാരണ എന്നെ പോലെ നിങ്ങളെ പോലെ തന്നെ സാധാരണ ഒരു ലേഡി ആയിരുന്നു. അവരുടെ ചില കഴിവുകൾ കൊണ്ടും ചില ഭാഗ്യങ്ങൾ കൊണ്ടൊക്കെയാണ് അവരൊരു സെലിബ്രിറ്റി ആയതെന്ന് പറഞ്ഞാൽ സമൂഹമാണ് അവരെ സെലിബ്രിറ്റി ആക്കിയത്. അല്ലെങ്കിൽ കാരണം അവരുടെ വ്യൂവേഴ്സ് കൂടുന്നു, അവരെ കൊണ്ട് പബ്ലിസിറ്റി കിട്ടുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ നാഗമ്പടത്തെ ശരവണാസ് എന്ന് പറയുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടല് ഹണി റോസിനെയാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അന്നാണ് ഞാൻ ഈ ഹണി റോസിനെ ആദ്യമായിട്ട് കാരണം എന്നെ വിളിച്ചത് കൊണ്ട് ഞാൻ ഹസ്ബൻഡും കൂടെ അവിടെ പോയി. ഞാൻ ആദ്യമായിട്ട് അവരെ കണ്ടത്. അപ്പോൾ അതിനുശേഷം വൈശാഖ് എന്നാണ് പുള്ളിയുടെ, ഈ വൈശാഖൻ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. എത്രയാന്ന് പറഞ്ഞാൽ ഹണി റോസിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചുകൊണ്ട് ഇത് എന്നും പെട്ടി നിറയുന്നുണ്ട്. അതാരാ? നമ്മുടെ വൈശാഖിന്റെ പൈസ കൊണ്ടല്ല പെട്ടി നിറയുന്നത്. ആ പെട്ടി നിറയുന്നതിന്റെ ഒരു ഭാഗം ഹണി റോസിന് ആദ്യം തന്നെ കൊടുത്തു. നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ മസാല ദോശയുടെയും ഓരോ പൂരിയുടെയും ഒക്കെ പൈസ കൊണ്ടാണ് അവിടെ പെട്ടി നിറഞ്ഞത്. ഹണി റോസിനെ കൊണ്ട് അത് വ്യാപാര വസ്തു തന്നെയായിരുന്നു, വ്യാപാരം ചെയ്യിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് സമൂഹത്തിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണമായിരുന്നു. കാരണം ഫസ്റ്റിലെ തവണ ആ ഒരു സെലിബ്രിറ്റിയിൽ ആദ്യം തന്നെ അൺവാണ്ടഡ് ആയിട്ട് ഒരു ടച്ച് എനിക്കുണ്ടായാൽ ഞാൻ ഇന്ന് വെറുതെ ഇന്ന് വിട്ടേക്കാം, നാളെയും വിട്ടേക്കും, നാളത്തെ കഴിഞ്ഞെങ്കിലും ഞാൻ പറയണം. കാരണം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ എനിക്കൊരു കടപ്പാടുണ്ട് സമൂഹത്തോട് പറയേണ്ട. കാരണം അങ്ങനെ അവരന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരൊരു സെലിബ്രിറ്റിയാണ്, അവരൊരു എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു എന്താ അവരന്ന് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അതുകൊണ്ടാണ് അവരന്ന് പറയാമായിരുന്നു. 365 ദിവസവും കഴിഞ്ഞ് 3 മാസവും കഴിഞ്ഞപ്പോഴാണ്, നവംബറിലാണ് ഈ പ്രശ്നം, 3 മാസവും കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഞാൻ 1 വർഷമായിട്ട്. പക്ഷെ അവരുടെ കൂടെ സമൂഹം നിന്നേനെ എപ്പം അന്നത് പറഞ്ഞിരുന്നെങ്കിൽ. അത് കാരണം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളെ നമുക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. കാരണം അയാളെ കുറിച്ച് എനിക്ക് വളരെ ഡീപ്പായിട്ട് ഞാൻ പഠിച്ച ഒരാളാണ്. കാരണം ഞാൻ ESA വിഷയത്തിൽ ഞാൻ 2-3 സെമിനാറുകൾക്ക് വയനാടൊക്കെ പോവുകയുണ്ടായി. കാരണം വയനാടിൻ്റെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഒരു കാരണം പോലും ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയിട്ട് വണ്ടി ഓടാൻ വേണ്ടി ലോറി കയറാൻ വേണ്ടിയിട്ട് അവിടുത്തെ യാതൊരു രീതിയിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് റോഡുണ്ടാക്കി. അത് കറക്റ്റാണ്. അത്രയും വലിയൊരു സമൂഹത്തോട് ഭയങ്കര ഒരു മോശം കാര്യം ചെയ്ത ഒരാളാണ് അയാൾ അവിടെ നിൽക്കട്ടെ. കാരണം അയാൾക്ക് മോശങ്ങളേ ഉള്ളൂ. ഓരോ വ്യക്തികളെ ഒന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ ഓരോ ചെയ്തികളും അയാളുടെയും പെട്ടി നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലൊക്കെ എത്രയോ ഭേദം ഹണി റോസ് അവരുടെ സൗന്ദര്യം കൊണ്ട്, അവരുടെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടോ, അവരുടെ എന്താ പറയുക, അവരുടെ ആ ഇമ്പാക്റ്റ് കൊണ്ടാണ് അവര് പൈസ ഉണ്ടാക്കിയത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ ഒരു വ്യക്തിയായിട്ട് പോലും കാരണം എനിക്ക് വയനാട് ദുരന്തത്തിന്റെ നേർക്കാഴ്ച കണ്ട ഒരാളാണ്. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സാർ പോയിട്ടുണ്ടാവുമായിരിക്കും. അത് കരളലിയിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിന് പോലും പാർട്ടായ ഒരാൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഹണി റോസ് അങ്ങനെയല്ലായിരുന്നു. അവരുടെ പേരെന്തും നല്ലതാ, ഹണിയും നല്ലതാ, റോസും നല്ലതാ. പക്ഷെ അവരിൽ നിന്ന് ഒരു ഹണി അല്ല സമൂഹത്തിന് കിട്ടിയത്. അത് അവരിൽ നിന്നൊരു റോസിന്റെ ഒരു സ്മെല്ലല്ല കിട്ടിയത്. അവരന്ന് പറയാമായിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ട് ഇതേ സമൂഹം എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, എന്നെ കുന്തിദേവി എന്ന് വിളിച്ചതൊന്നും എനിക്ക് അത്രയും വലിയതായിട്ട് എന്നെ സംബന്ധിച്ച. കാരണം അവർക്ക് മോശം അനുഭവം ഉണ്ടായി, അവരത് പ്രതികരിക്കേണ്ട സമയത്ത്. അതേ സമയത്ത് നിങ്ങളെ പോലെ അല്ല എന്നെ പോലെയുള്ള ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പ്രതികരിച്ച അത്ര ഇമ്പാക്റ്റ് കിട്ടത്തില്ലായിരിക്കും.
കാരണം നമുക്ക് പല സമയങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇൻസൾട്ടിങ് കിട്ടാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ വല്ലപ്പോഴാണ് ഞാൻ ബസ്സിൽ പോകുന്നുള്ളൂ. അമലഗിരി തൊട്ടടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഞാൻ ഇറങ്ങുന്നത്. ഒരു വിദ്യാർത്ഥിയോട്, അത് നമ്മുടെ അതിരമ്പുഴ സ്കൂളിലെ യൂണിഫോം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞത്, കണ്ടക്ടർ ഭയങ്കര മോശമായിട്ട് പെരുമാറി. അപ്പം എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല. സത്യം ഞാൻ പറയാം, ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടിയോട് ഇങ്ങനെ പെരുമാറുമെന്ന് ചോദിച്ചു. ഞാനും കണ്ടക്ടറും തമ്മിൽ പിന്നെ പ്രശ്നമായി. അവൾ സേഫായി. എന്നെ അതിശയിപ്പിച്ച കാര്യം, ഞാൻ അമലഗിരിയിൽ ഇറങ്ങി, അമലഗിരി കോളേജിൽ തന്നെ 2 അധ്യാപകർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരെ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷയിക്കാണ്ടി ചെയ്തു. കൊള്ളാം കേട്ടോ, നിങ്ങളത് പ്രതികരിച്ചില്ല. അവർ ആ ബസ്സിൽ നിന്ന് പ്രതികരിച്ചായിരുന്നെങ്കിൽ എനിക്ക് 2 പേരെ കിട്ടത്തില്ലായിരുന്നു. അതാണ് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രതികരണം എപ്പോഴായിരുന്നു നടത്തേണ്ടത്? സൊസൈറ്റിയോട് എനിക്കും നിങ്ങൾക്കും എല്ലാം കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഹണി റോസ് എന്ന് പറയുന്ന നമ്മളെക്കാൾ അവരുടെ പബ്ലിസിറ്റി കൊണ്ട് അവരെ ഒരുപാട് സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് അവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഹണി റോസിൻ്റെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മടിയെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് നീതി കിട്ടണം. അത് ഞാൻ തർപ്പിച്ചു പറയുന്നു. കാരണം അവരുടെ ആ നീതി അവരെക്കാൾ പ്രയോജനപ്പെടുന്നത് ഭാവിയിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, നിങ്ങളെ പോലെയുള്ള വരും തലമുറയ്ക്കാണെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂടെ തന്നെ മോഡേണൈസേഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഉണ്ട്. അതല്ലാതെ തന്നെ ക്യാപിറ്റലിസം നല്ല രീതിയിൽ വേറെ ഓടുന്നൊരു ഭൂമികയാണ്. ഇവിടെ പണമാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ എത്രമാത്രം പറഞ്ഞെന്ന് പറഞ്ഞാലും, നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന പള്ളിയിലാണേലും അമ്പലത്തിലാണേലും മോസ്കിലാണേലും അവിടെ പോലും ദൈവത്തിന് മുകളിൽ ഈ പറയുന്ന ഗാന്ധിജിയുടെ നോട്ട് കാണും. നമുക്കതല്ലേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇതുള്ളത്. ആ പണത്താൽ അടയാളപ്പെടുത്തുമ്പോൾ, ഇപ്പം ജെൻഡർ സ്റ്റഡീസോ അല്ലെങ്കിൽ വുമൺ സ്റ്റഡീസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന നമ്മളുടെ മൂലമത്തായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പൈതൃക കർത്തൃത്വമാണ്. അതായത് പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഏജൻസി ഇല്ലാത്ത സ്ത്രീകൾ, കുട്ടികൾ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മനുഷ്യർ, ലൈംഗിക ന്യൂനപക്ഷ മനുഷ്യർ, ഇവരെല്ലാം ഒപ്രസ് ചെയ്ത് മുകളിലിരിക്കുന്ന ഒരു പാട്രിയാർക്കൽ ഫോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പുരുഷന്മാർ തന്നെ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലതാനും. സ്ത്രീകളും ആകാം, ഇതേ ലൈംഗിക ന്യൂനപക്ഷങ്ങളാകാം, ഇതേ ദളിത് മനുഷ്യരാകാം. ഈ പാട്രിയാർക്കൽ ബോധമാണ് നമ്മളെ ഭരിക്കുന്നെന്നുള്ളതാണ്. പൈതൃക കർത്തൃ ബോധം, അതായത് ഞാനൊരു സ്ത്രീ ആകുകയും എന്നിൽ സുപ്പീരിയർ ഒരു പുരുഷനാണെന്ന്, അല്ലെങ്കിൽ ഒരു പുരുഷ കർത്തൃത്വമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് പെർഫെക്റ്റ് എന്നൊരു സ്ത്രീ വിചാരിച്ചാൽ പോലും അവളും പാട്രിയാർക്കിയുടെ ഒരു ഇരയാകുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്ന ഒരു പുരുഷനും പാട്രിയാർക്കിയുടെ ഇരയാകുന്നുണ്ട്. സമത്വബോധത്തിന് ഇല്ലായ്മ ചെയ്യുന്നൊരു ഭാഗമായിട്ടാണ് അതിനെ ഒരൊറ്റ കർത്തൃത്വത്തിലേക്ക് മാറ്റുക എന്ന് പറയുന്നത്. ഈ കർത്തൃത്വത്തിൽ നിന്ന് നമ്മളൊരു ഗെയ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു നോട്ടം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത്, മലയാളത്തിൽ കൊളോക്കിയലായിട്ട് സെക്സ് വർക്കറിനൊരു പേരുണ്ട്. ആ പേര് പുരുഷനില്ലാത്തതിൻ്റെ കാര്യം ഈ ഗെയ്സ് ഉള്ളത് കൊണ്ടാണ്, ഈ നോട്ടം ഉള്ളത് കൊണ്ടാണ്, പുരുഷാധിപത്യത്തിൻ്റെ ഒരു നോട്ടം ഉള്ളത് കൊണ്ടാണ്. പലപ്പോഴും ഇൻസൾട്ടീവ് ആയിട്ടുള്ള, നിങ്ങളൊരു 10 തെറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോനേന്ന് ചേർത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ തെറിക്ക് ഒരു പുരുഷ രൂപം കിട്ടുള്ളൂ. അല്ലാതെ ആ തെറി മുഴുവൻ സ്ത്രീ രൂപങ്ങളാണ്. അത്തരത്തിലുള്ള ഒരു ഗെയ്സിങ്ങിനകത്താണ് മലയാളത്തിൻ്റെ കേസിൽ, അത്തരത്തിലുള്ള ഒരു ഗെയ്സിങ്ങിലാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകം നിലനിന്ന് പോകുന്നത്. അവിടെ പുരുഷന്റെ കണ്ണുകൾക്ക് സന്തോഷം ഉണ്ടാക്കാനും പുരുഷന്റെ ചിന്തകൾക്ക് സന്തോഷം ഉണ്ടാക്കാനും ഉള്ള രീതിയിലാണ് ഒരു നൃത്തം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത്, എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പോ നമ്മുടെ ജനസംഖ്യയുടെ ഒരു പകുതിയോളം വരുന്നത് സ്ത്രീ സമൂഹമാണ്, പകുതിയോളം വരുന്നത് പുരുഷന്മാരാണ്. അങ്ങനെ ഒരു ഏകദേശം ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് ഡെമോഗ്രഫിയുടെ. പിന്നെ എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഫേം എന്ന നിലയ്ക്ക് ഫേം ലക്ഷ്യം വെക്കുക അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പൊ 2 കൂട്ടരെയും ഉൾക്കൊള്ളിക്കുന്ന രീതിയിലല്ല അവര് പ്ലാൻ ചെയ്യുക. മജീദ്, ശരീരങ്ങൾക്കല്ല പ്രസക്തി. ഇപ്പം എത്ര സ്ത്രീയുണ്ട് എത്ര പുരുഷനുണ്ട് എന്നുള്ളത് സ്ത്രീയുടെയും പുരുഷന്റെയും ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ ബന്ധിച്ചിരിക്കും. ഞാൻ പറയുന്നത് ബോധത്തിനെ കുറിച്ചാണ്. എൻ്റെ സ്വാതന്ത്ര്യം ആരുടെ കീഴിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, എൻ്റെ കാഴ്ച ഞാൻ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ള രീതിയാണ്
ഈ ബോധത്തിന് അടിസ്ഥാനം. അതിന് ഇത്ര 100 സ്ത്രീകളും 5 പുരുഷനും ഉണ്ടായിട്ട് ആ 100 സ്ത്രീകളും 5 പുരുഷനെ സുപ്പീരിയർ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സംഖ്യ കൊണ്ടവിടെ വലിയ പ്രയോജനമൊന്നുമില്ല. വ്യക്തികളുടെ ചിന്താഗതി ഇതിന്റെ അർത്ഥം സ്ത്രീ കർത്തൃത്വത്തിലേക്ക് പുരുഷന്മാര് പോകണമെന്നും അല്ല. എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ പാട്രിയാർക്കിസത്തിന് എതിര് പറയുന്ന സമയത്ത് എങ്കിലും ഒരു കാര്യം ചെയ്യും, എല്ലാവരും വുമൺ സെൻട്രിക് ആയിട്ടുള്ള വേൾഡിലേക്ക് പോകും എന്നുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ അതും തെറ്റാണ്. പാട്രിയാർക്കിസം എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറി എല്ലാവരും ഈക്വൽ റോളിൽ വരുമ്പോഴാണ് ഈ കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാതാണ്. ഇപ്പം ഒരു സ്വർണത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീകൾ സ്വർണം അണിയണം എന്നുള്ളത് സ്ത്രീകൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണോ എന്നുള്ളൊരു ചോദ്യം. ചരിത്രാതീത കാലം തൊട്ടേ സ്ത്രീകൾ സ്വർണം അണിയുന്നുണ്ട്. പക്ഷെ ഈ സ്വർണം അണിയാനുള്ള സ്ത്രീയുടെ ത്വര എവിടുന്ന് വന്നു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർണം കുഴിച്ചെടുക്കുന്നതും ഉരുക്കുന്നതും ആഭരണമാക്കുന്നതും എന്തെങ്കിലും ഒരു സ്ത്രീയാണോ? ആ സ്വർണത്തെ ഇടാനുള്ളൊരു സ്ഥലമായിട്ടാണ് സ്ത്രീ ശരീരത്തെ ഉപയോഗിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു ഇപ്പോഴത്തെ ആധുനിക സ്വർണ്ണക്കടയിൽ പോയാൽ അവിടെ ഒരു സെയിൽസ്മാൻ പോലും സ്ത്രീ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ സംശയമാണ്. സ്വർണവുമായിട്ട് ആ ഒരു മൊത്തം ഉപകരണമായിട്ട് സംബന്ധിച്ച് നോക്കാൻ നേരത്ത് അതിന്റെ റിസപ്റ്റർ ആയിട്ടുള്ള സ്ത്രീക്ക് അതിന്റെ ഉടനീളമുള്ള ഭാഗങ്ങളിൽ എത്ര ശതമാനമാണ് അവൾക്ക് ക്രിയത്വം ഉള്ളത്? അപ്പൊ ആ കമ്മോഡിറ്റിയെ പക്ഷെ അഡ്വർടൈസ് ചെയ്യുന്ന സ്ത്രീകളിലൂടെയാണ്. ഇപ്പോൾ നിലവിലൊക്കെയാണ് ഫഹദ് ഫാസിലിന്റെ ഒരു കുഞ്ഞു മുക്കുത്തി പരസ്യമൊക്കെ വരുന്നത്. അല്ലാതെ എല്ലാ കമ്മോഡിറ്റിയും വിറ്റഴിക്കുന്ന ഉൽപ്പന്നമായിട്ട് വരുന്ന സ്ത്രീയാണ്. ഒരു പുരുഷൻ അടിക്കുന്ന പെർഫ്യൂമിന്റെ മോഡലായിട്ട് വരുന്ന സ്ത്രീയാണ്. ആ പെർഫ്യൂം അടിച്ചാൽ ഈ സ്ത്രീക്ക് ആകർഷണം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളും ഈ പറയുന്ന കമ്മോഡിഫിക്കേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ സ്ത്രീ ശരീരമാകുന്നത് അത് സ്ത്രീകളുടെ കുഴപ്പമോ സ്ത്രീകളുടെ ജനസംഖ്യയുടെ കുഴപ്പമോ ഇതൊന്നും അല്ല. മറിച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള മനുഷ്യരുടെ തലച്ചോറിലുള്ള ഈ പറയുന്ന ബോധമാണ്. ഈ ബോധത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് ചെറുതായിട്ട് മാറ്റാൻ പറ്റും. വിദ്യാഭ്യാസത്തിലൂടെ, ഫാമിലി സിസ്റ്റത്തിലൂടെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന നയങ്ങളിലൂടെ, പൊളിറ്റിക്കൽ നയങ്ങളിലൂടെ എല്ലാം പതിയെ പതിയെ മാറ്റാൻ പറ്റും. നാളെ ഒന്നും വരില്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം വരാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു തത്വമാണിത്. അപ്പം ആ ഒരു രീതിയിൽ അതിനെ കണ്ടത്.